MRI റിപ്പോർട്ടിൽ ഡിസ്ക് ബൾജ് എന്ന് കണ്ടാൽ നിങ്ങൾ പേടിക്കേണ്ടതായിട്ടുണ്ടോ? സാധാരണയായിട്ട് OPകളിൽ നമ്മൾ സംശയമായിട്ട് വരുന്നു. MRI എടുത്തു, MRI റിപ്പോർട്ടിൽ പല ഏരിയയിലും പല സ്ഥലത്തും ഡിസ്ക് ബൾജ് ഉണ്ട്, ഇതെനിക്ക് പ്രശ്നമാകുമോ, ഭാവിയിൽ പ്രശ്നമാകുമോ? ചെറുപ്പക്കാർ വരാറുണ്ട്, ഈ ഡിസ്ക് ബൾജ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും ജോലി എടുക്കുന്നതിന് കുഴപ്പമുണ്ടോ, ഭാവിയിൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റാതെയാകുമോ, അങ്ങനെ പല രീതിയിലുള്ള സംശയങ്ങളും ഉണ്ട്. ശരിക്കും ഒരു MRI റിപ്പോർട്ടിനെ മാത്രം നോക്കിയല്ല ചികിത്സ തീരുമാനിക്കും. ഡിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കശേരുക്കളുടെ ഇടയിലുള്ള, രണ്ട് കശേരുക്കളുടെ ഇടയിലുള്ള ഒരു സെമി സോളിഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അതിൻ്റെ മെയിൻ ഫങ്ഷൻ ഒരു ഷോക്ക് അബ്സോർബറാണ്. രണ്ട് കശേരുക്കൾ തമ്മിൽ ഇടയിലുള്ള സ്പേസിൽ ആ ഡിസ്ക് ഇരുന്നുകൊണ്ട് ആ ഷോക്കിനെ അബ്സോർബ് ചെയ്യും. അത് കാലക്രമേണ തേയ്മാനം വരുമ്പോൾ ചെറിയ രീതിയിലും ഡിസ്ക് ബൾജ് വരാം. എപ്പോഴാണോ ആ ഡിസ്ക് പൊട്ടി ഡിസ്കിലുള്ള മെറ്റീരിയൽസ്, അതായത് ഒരു ആവരണത്തിൻ്റെ ഉള്ളിലുള്ള സെമി സോളിഡ് മെറ്റീരിയൽ പുറത്തേട്ട് തള്ളി നാഡീനെ ഞെക്കുമ്പോഴാണ് ഡിസ്ക് ബൾജ് സിംറ്റമാറ്റിക് ആവുന്നത്. അതായത് നാഡീനെ ഞെങ്ങുമ്പോൾ നാഡിയിലെ കാലിലേക്കോ കയ്യിലേക്കോ ഉള്ള നാഡിക്ക് മരവിപ്പും വിലക്കുറവുമായിട്ട് വരുന്നു. ആ ലക്ഷണങ്ങളാണ് ഡിസ്ക് ബൾജിൻ്റെ റിപ്പോർട്ടും കൂടിയാണ് നമ്മൾ ചികിത്സ തുടങ്ങാറ്. എല്ലാ ഡിസ്ക് ബൾജിനും ഓപ്പറേഷൻ ചെയ്യേണ്ടതുപോലുമില്ല. ഫിസിയോതെറാപ്പി, മെഡിസിൻസ്, റെസ്റ്റ്, എക്സസൈസ്, അങ്ങനെ കാര്യം കൊണ്ടും നമുക്ക് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ഈ ഡിസ്ക് ബൾജിനെ ചികിത്സിക്കാനും പറ്റും.